നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രക്കാരുടെ അതീവ ഗൗരവമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചാണ്. ഈ കർമ്മം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ചിട്ടവട്ടങ്ങളില്ലാതെ പണച്ചെലവില്ലാതെ നിങ്ങൾക്ക് ഏത് സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങള് നിങ്ങൾക്കെതിരെയുള്ള ശത്രുശല്യം ഇല്ലാതാകുന്നതാണ്. അതായത് ദുഷ്ടശക്തികളിൽ നിന്നുള്ള നിങ്ങളുടെ പിടി ഇല്ലാതെയാവുന്നതാണ്. കൂടോത്രം, ദൃഷ്ടിദോഷം, കണ്ണേറ്, കൈവിഷം മുതലായ കാര്യങ്ങളൊക്കെ ഇല്ലാതാകുകയും നിങ്ങളുടെ മുൻജന്മ പാപത്തിലുള്ള കർമ്മദോഷങ്ങള്, ഈ ജന്മത്തിലുള്ള ദോഷങ്ങള് എല്ലാം മാറിപ്പോകുകയും കൂടാതെ സന്താനഭാഗ്യം, സാമ്പത്തിക ഉന്നതി, വിദ്യാലാഭം, സന്തോഷം, സമാധാനം, ഐശ്വര്യപൂർണമായിട്ടുള്ള വിവാഹ ജീവിതം, സൽപ്പേര്, കീർത്തി ഇവയെല്ലാം ഉണ്ടാവുന്നതാണ്. ഇത് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് വെറും 7 ദിവസത്തെ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരു വ്യക്തി എപ്പോഴാണ് പരാജയപ്പെടുന്നത്? ഈ ചിത്തിര നക്ഷത്രക്കാരൻ പരാജയപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവണം. അയാൾക്ക് ഈശ്വരാനുഗ്രഹം വളരെ കുറഞ്ഞിരിക്കണം. കൂടാതെ അയാൾക്ക് ചുറ്റും നെഗറ്റീവ് എനർജികൾ മാത്രമായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു വ്യക്തി പരാജയപ്പെടുകയുള്ളൂ. ജ്യോതിഷപരമായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിയെടുത്ത് നിങ്ങൾക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുകയും പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം പോസിറ്റീവായിട്ട് കലാശിക്കുന്നതാണ്. അതിന് ചെയ്യേണ്ട ചില ചെറിയ കർമ്മങ്ങളുണ്ട്. ആദ്യം അതിന് ചിത്തിര നക്ഷത്രം എന്താണെന്ന് നമ്മൾ അറിയണം. മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഈ ചിത്തിര നക്ഷത്രം കന്നി, തുലാം രാശിയിൽ കൃത്യം പകുതിയായിട്ട് വിഭജിച്ച് കിടക്കുന്ന ഒരു നക്ഷത്രമാണ്. 1ഉം 2ഉം പാദങ്ങള് കന്നിരാശിയിലും 3ഉം 4ഉം പാദങ്ങള് തുലാം രാശിയിലുമാണ് ചിത്തിര നക്ഷത്രം വരുന്നത്. അതുപോലെ തന്നെ ദേവതയായിട്ട് വരുന്നത് വിശ്വകർമാവാണ്. കന്നിരാശിയിലുള്ള ചിത്തിര നക്ഷത്രക്കാരുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. 3ഉം 4ഉം പാദത്തിലുള്ളവരുടെ ശുക്രനുമാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ദേവത വിശ്വകർമാവാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിറം എന്ന് പറയുന്നത് ചുവപ്പ്, പച്ച, മഞ്ഞ, വെള്ള, ഇളം നീല എന്നിവയാണ്. നിങ്ങളുടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഖ്യ എന്ന് പറയുന്ന 9 ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ തീയതികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 9, 18, 27 എന്നിവയാണ്. അതുപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള ദിവസം ചൊവ്വയാണ്. അത് ചിത്തിരയും ചൊവ്വയും ചേരുന്ന ദിവസമാണെങ്കിൽ അത്യുത്തമമാണ്. അപ്പോൾ ഇനിയും പറയുന്ന കർമ്മങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്യേണ്ടതുണ്ട്. നമ്മൾക്ക് നമ്മളുടെ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജിയെ ആക്കുകയും അത് നമ്മളുടെ ശരീരത്തിൽ ഒരു ഓറയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കന്നി രാശിയിൽപ്പെട്ട 1ഉം 2ഉം ചിത്തിര 1ഉം 2ഉം പാദത്തിൽ ജനിച്ച ആളുകള്, ഈ പാദം അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. ചൊവ്വയുടെ ബീജമന്ത്രം നിങ്ങൾ ദിവസവും 7 തവണ ജപിക്കേണ്ടതുണ്ട്. ചൊവ്വാ മന്ത്രം എന്നൊക്കെ പറയും. ഇത് 7 തവണയെങ്കിലും മിനിമം ജപിക്കണം. 108 തവണയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ. ഈ 108 തവണ നമ്മൾ ജപിക്കുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മളുടെ മനസ്സ് വിട്ടുപോയി കഴിഞ്ഞാൽ, ഏകാഗ്രമല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയില്ല. 7 പ്രാവശ്യമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഏകാഗ്രമായിട്ട് ജപിക്കാൻ കഴിയുന്നത്. ഈ ജപിക്കുമ്പോൾ ശബ്ദത്തോടു കൂടി ജപിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ തുലാം രാശിയിലുള്ളവര് ശുക്ര ഭഗവാന്റെ ബീജമന്ത്രവും 7 തവണ മുതൽ 108 തവണ വരെ ജപിക്കേണ്ടതുണ്ട്. ഈ 2 മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4-5 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് എനർജി രൂപപ്പെടുകയും അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഓറയായിട്ട് പ്രവർത്തിക്കുകയും ദുഷ്ടശക്തികൾക്ക് നിങ്ങളിൽ പ്രവേശിക്കുവാനുള്ള സാധ്യത ഇല്ലാതാകുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ദേവതയായിട്ടുള്ള വിശ്വകർമാവിന്റെ ബീജമന്ത്രവും നിങ്ങൾ ഇതോടൊപ്പം തന്നെ ജപിക്കേണ്ടതുണ്ട്. അതും 7 തവണ നിങ്ങൾ ജപിക്കേണ്ടതാണ്. ഈ 2 മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കേണ്ടതാണ്. ഇനി പാദങ്ങൾ അറിയത്തില്ലാത്ത ആളുകളാണെങ്കിൽ ഈ 3 മന്ത്രവും ഒന്നിച്ചു ജപിക്കുക. ശുക്രന്റെ മന്ത്രവും ചൊവ്വയുടെ മന്ത്രവും വിശ്വകർമാവിന്റെ മന്ത്രവും നിങ്ങൾ ഒന്നിച്ച്
ജപിക്കുക. ചിലര് വിശ്വദേവത എന്നൊക്കെയാണ് പറയുന്നത്. വിശ്വകർമാവാണ്, വിശ്വദേവത തന്നെയാണിത്. അപ്പോൾ ഈ 3 മന്ത്രവും നിങ്ങൾ തീർച്ചയായിട്ടും 7 തവണയെങ്കിലും ദിവസവും ജപിക്കണം. അത് ചെറിയ ശബ്ദത്തിൽ ജപിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇനി പറയുന്നത് അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാന സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. ആ സംഭവങ്ങൾക്കായിട്ട് നിങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണെങ്കിൽ അത് ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ചൊവ്വാഴ്ച തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എങ്കിൽ 9, 18, 27 ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇവ രണ്ടും ഒന്ന് ചേർന്നാലും കുഴപ്പമില്ല, ഇതിലേതെങ്കിലും ഒന്ന് വന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ ഏറ്റവും ഭാഗ്യ നിറങ്ങൾ അന്നേ ദിവസം ധരിക്കുക എന്നുള്ളതാണ്. ചുവപ്പ്, പച്ച, മഞ്ഞ, വെള്ള, ഇളം നീല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തുവരികയാണെങ്കിൽ പോസിറ്റീവ് എനർജി അന്നേ ദിവസം നിങ്ങൾക്ക് വളരെ ഏറെ ആയിരിക്കും. കാരണം നക്ഷത്രത്തിന്റെ നോട്ടവും അതിന്റെ പോസിറ്റീവ് എനർജിയും അനുസരിച്ചിരിക്കും ഓരോ മനുഷ്യന്റെ നീക്കങ്ങളും. നക്ഷത്രത്തെ ഉത്തേജിപ്പിക്കുക എന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിത്തിര നക്ഷത്രക്കാർക്ക് ഉത്തേജനം ഉണ്ടാവുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. ഏത് കാര്യം ചെയ്താലും, ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പോവുകയാണ്, നിങ്ങളുടെ പരീക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ കാര്യം, അങ്ങനെ നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന യാത്രകള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ 9, 18, 27 തീയതികൾ വരുന്ന ദിവസമോ ഇത് രണ്ടുകൂടെ ചേർന്ന് വന്നാലും ഏറ്റവും അത്യുത്തമമാണ്. ചൊവ്വാഴ്ച ചിത്തിര നക്ഷത്രം കൂടെ ആണെങ്കിൽ അത്യുത്തമമാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങളൊന്ന് തെരഞ്ഞെടുത്ത് നിങ്ങളുടെ ഭാഗ്യ നിറങ്ങളും ധരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കർമ്മം നിങ്ങൾക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മളൊരു വേറൊരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾ പണമിടപാടുകൾ നടത്തുമ്പോൾ 9 എന്ന സംഖ്യയിൽ നിർത്താൻ ശ്രമിക്കുക. അതായത് ഒന്നെങ്കിൽ നിങ്ങൾ 1000 രൂപ കൊടുക്കേണ്ടടുത്ത് 999 രൂപ കൊടുത്ത് നിർത്തുക, അല്ലെങ്കിൽ 1009 കൊടുത്ത് നിർത്തുക. 9 എന്ന സംഖ്യ അവസാനിക്കുന്ന രീതിയിൽ മാത്രം തുക കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം വിജയമുണ്ടാകും. ചിലപ്പോൾ നമ്മളുടെ 9 രൂപ നഷ്ടമാകുമല്ലോ എന്ന് കണ്ട് കൃത്യമായിട്ടുള്ള പണം കൊടുക്കാതെ 9 രൂപ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ്. 1 രൂപ കുറച്ച് കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് 9 രൂപ അങ്ങ് കൂട്ടിക്കൊടുത്തേക്ക്, അവരുടെ മനസ്സും സന്തോഷമാവുന്നതാണ്. കുറച്ച് കൊടുക്കാനായിട്ട് നമ്മൾ നിൽക്കേണ്ട. കാരണം 1 രൂപ നിങ്ങളുടെ കുറഞ്ഞു പോയാൽ പോലും നിങ്ങൾ അത് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം അവര് 1 രൂപ കുറച്ചാ തന്നെന്ന് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് മാറുന്നതാണ്. അതേസമയം പോസിറ്റീവായിട്ട് നമ്മളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോസിറ്റീവ് എനർജി നമ്മൾക്ക് കൂടുതലാണ്. അവർ 9 രൂപ കൂടുതലെന്ന് എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് വളരെ അനുകൂലമാണ്. ഇനിയും പറയാൻ പോകുന്ന കാര്യം അതിപ്രധാനമാണ്. ഇതിന് കൃത്യമായിട്ടുള്ള സമയമുണ്ട്. നിങ്ങൾ ചിത്തിര നക്ഷത്രത്തിന്റെ മൂലമന്ത്രം ഉണർന്ന് എഴുന്നേൽക്കുന്ന ഉടനെ ജപിക്കേണ്ടതുണ്ട്. കാരണം ഈ മന്ത്രത്തിന് നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ആദ്യമേ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ആദ്യത്തെ ശബ്ദത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ഓരോ ദിവസത്തെയും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള എനർജി തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് അന്തരീക്ഷത്തിലേക്ക് ലയിക്കുകയും അതിന്റെ എനർജി നിങ്ങളിലേക്ക് ആവാഹിച്ചെടുക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നത്. അപ്പോൾ ചിത്തിര നക്ഷത്രത്തിന്റെ ബീജമന്ത്രം നിങ്ങൾ 7 മുതൽ 108 തവണ വരെ ജപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാവുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ 4 മന്ത്രങ്ങൾ കൃത്യമായിട്ട് പാദങ്ങൾ അറിയാവുന്നവർ 3 മന്ത്രങ്ങൾ ജപിച്ചാൽ മതി. പാദം അറിയത്തില്ലാത്ത ആളുകൾ 4 മന്ത്രവും ജപിച്ച് ഒരു 5 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിന്റെ സർവ്വമാറ്റങ്ങളും അറിയാൻ കഴിയുന്നതാണ്. മേൽപ്പറഞ്ഞ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് കഷ്ടതകളെല്ലാം മാറുന്നതാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒളിഞ്ഞു കിടക്കുന്ന രാജയോഗങ്ങളെല്ലാം വന്നു ചേരുന്നതാണ്. സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. നമ്മളെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടെ, ഈ പ്രാർത്ഥനയോടെ, ഈ മന്ത്രത്തിന്റെ ശക്തിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ജീവിതം മറ്റൊരു വഴിത്തിരിവിലേക്ക് തിരിയാൻ പോവുകയാണ്. അപ്പോൾ ഭാഗ്യമുള്ള ആളുകൾ എല്ലാവരും ഇത് കേൾക്കുന്നതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.